കാക്ക പിന്നെ നിങ്ങളതിന്റെ ഒരു 10,000 രൂപ ഞാൻ വാങ്ങിച്ചതേ 6 മാസത്തെ കാലാവധി പറഞ്ഞാണ് വാങ്ങിച്ചത്. നിങ്ങൾ പിന്നെ തന്നേന്റെ പിറ്റേന്ന് തൊട്ട് എല്ലാവരുടെ ചോദിച്ചു നടക്കുന്ന എന്തിനാ? ആര് പറഞ്ഞത് ഇത്? ഞാൻ അങ്ങനെ ആറ്റം ചോദിച്ചൊന്നുമില്ലല്ലോ. എന്തിനാണ് ഈ നാട്ടുകാരുടെ എല്ലാം ഇങ്ങനെ പരാതി പറഞ്ഞത്? എനിക്ക് ഒരു തന്നെങ്കിലും പിന്നെ എന്റെ മനസ്സിലൊരു പേടി തിരിച്ച് തരുമെന്ന്. ഇതിപ്പോ നിങ്ങൾക്ക് തരാനുള്ള പൈസ മുഴുവനും ഉണ്ട്, 10,000 രൂപയുണ്ട്. നല്ല വൃത്തി എണ്ണി നോക്കൂ. ഞാൻ പിറ്റേന്ന് മുതലല്ലല്ലോ നിങ്ങൾ സംസാരിക്കണ്ട, കൃത്യമായിട്ട് എണ്ണി നോക്കൂ. ഞാൻ അത് പൈസ തന്നതിന്റെ പിറ്റേന്ന് ഞാൻ ആറ്റം പറഞ്ഞിട്ട് അതിന്റെ പിറ്റേന്നാണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞത് രണ്ടിന്റെ അങ്ങാണ്ടോ 6 മാസം 1 2 3 4 5 6 7 8 9 10 11 13 14 15. ഓക്കെ, വലിയ നന്ദിയുണ്ട്. വലിയ കേട്ടാ, സന്തോഷേ. ഒരു ചെറിയൊരു അത്യാവശ്യമുണ്ട്. കാര്യം കാക്കയ്ക്ക് മാത്രമേ എന്നെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. ഭയങ്കര വിഷയമാണ് കാക്ക, എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. എങ്ങനെയെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യണം കാക്ക, പ്ലീസ്. എന്തുടെ നിനക്ക് എന്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും? എന്തുപോലെ ആഹാരം ഒന്നും വേണ്ട, പക്ഷെ എനിക്ക് വീട്ടില് ഭയങ്കര പ്രശ്നമാണ്. എനിക്കൊരു 10,000 രൂപ എനിക്ക് കണം തരണം പ്ലീസ്. 10,000 രൂപ ഇല്ലല്ലോ. എന്നെ പൊണ്ണാകാൻ സത്യമായിട്ട് എനിക്ക് പറ്റൂല, വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത കണ്ടീഷനാണ്. പ്ലീസ് ഒരു 10,000 രൂപ എനിക്ക് തന്നേ പറ്റുള്ളൂ. എന്റെ ഇല്ലടാ, 5 പൈസ ഇല്ലടാ പ്ലീസ്. ഇപ്പൊ ഞാൻ ഒരാളേലും കടം കൊടുത്തിരുന്നേ 10,000 രൂപ, ഇപ്പൊ കൊണ്ട് തിരിച്ചു തന്നതേ ഉള്ളു. അത് 6 ദിവസം കൊണ്ട് എന്റെ മോളെ ഫീസ് എനിക്ക് ഫീസ് അടയ്ക്കാനുള്ള പൈസ അത് എങ്ങനെയെങ്കിലും എന്നെ ഞാൻ ഒരു 7 ദിവസത്തിനാ കൊണ്ടുവന്ന് ഞാൻ കൊണ്ട് തിരിച്ചു കൊണ്ടുവരാം. ഇനി വേറെ ഒന്നും പ്ലീസ് എന്നെ പൊന്നാകാലോ പ്ലീസ്. എന്നെ ഹെൽപ്പ് ചെയ്യണം. എനിക്ക് വേറെ ആരുമില്ല. ഞാൻ ഇങ്ങനെ ആലോചിച്ചോണ്ട് വരെയായിരുന്നു, അയ്യോ ആരാരെങ്കിലും എന്നെ സഹായിക്കുന്നു. കറക്റ്റ് ആയിട്ട് വന്ന് ദൈവദൂതരെ പോലെ വന്ന് 7 ദിവസം തരുമല്ലോ. സത്യമായിട്ടും എന്റെ പൊന്നു ആക്കില്ല, സത്യമായിട്ടും ഞാൻ കൊണ്ട് ഇല്ല, ഞാൻ ഈ പറഞ്ഞതുപോലെ സത്യമായിട്ട് ഞാൻ വീട്ടിൽ കൊണ്ട് തരും. Please subscribe to our channel and do not forget to press the bell icon.